സാംസങ്ങിൻ്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണ് ഇതാ പുറത്തിറങ്ങാൻ ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. അപ്പോൾ S25 അൾട്ര എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് വരാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് S24 അൾട്ര. അപ്പോൾ ഈ S24 അൾട്രക്കാണെങ്കിൽ വില ഒരുപാട് കുറച്ചു. S25 അൾട്രയ്ക്ക് എന്തായാലും കുറച്ച് വില കൂടുതലായിരിക്കും. പിന്നെ ഓൾറെഡി S24 അൾട്ര ഉള്ള ആൾക്കാർക്ക് ഇത് മാറ്റണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഞാനിന്നലെ വെറുതെ ഒന്നിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയതാണ്. ആ കമ്പയർ ചെയ്തപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ S25 അൾട്രൻ്റേത് ഒരു റൗണ്ടഡ് ഡിസൈനാണെന്നാണ് പറയുന്നത്. ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഗ്രേഡ് 5 ടൈറ്റാനിയം ഡിസ്പ്ലേ ആണ്. ഇത് കുറച്ചുകൂടി ലൈറ്ററാണ്, സ്ലിമ്മറാണ്, കുറച്ചുകൂടി ഒരു 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വിത്ത് ചെറിയ തിന്നായിട്ടുള്ള ബേസൽസ് കൊണ്ടാണ്. S24 അൾട്രൻ്റെയും S25 അൾട്രൻ്റെയും ഡിസ്പ്ലേയിൽ ഏതാണ്ട് സെയിം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അമോലഡ് 2x സ്ക്രീൻ, QHD+ റെസൊല്യൂഷൻ, 120 Hz റിഫ്രഷ് റേറ്റ്, ഗോറില്ല ആർമർ 2 പ്രൊട്ടക്ഷൻ ഇംപ്രൂവ്സ് ഔട്ട്ഡോർ വിസിബിലിറ്റി. ന്യൂ ഗോറില്ല ആർമർ 2 പ്രൊട്ടക്ഷൻ S25 അൾട്രയിൽ അത് പുറത്തുള്ള വിസിബിലിറ്റി കുറച്ച് കൂട്ടുമെന്നാണ് പറയുന്നത്. പ്രൊസസ്സറും പെർഫോമൻസും S25 അൾട്ര സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് പ്രൊസസ്സറാണ് S25 അൾട്രയിൽ. അത് കുറച്ച് മുറ്റതിനേക്കാളും കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. AI ക്യാപ്പബിലിറ്റീസും പിന്നെ കുറച്ചുകൂടി എനർജി എഫിഷ്യൻ്റാണ്. പിന്നെ കുറേ പവറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ അത് കുറച്ചുകൂടിയും യൂസ്ഫുൾ ആവും. S25 അൾട്രൻ്റെത് ഇനി ക്യാമറ, അതിൽ ഒരു ന്യൂ 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മെയിനായിട്ടുള്ള 200 മെഗാപിക്സലിൻ്റെ ക്യാമറയും അതർ സെൻസേഴ്സൊക്കെ മാറ്റാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ AI പ്രോസസ്സിങ്, ഫോട്ടോ മറ്റതൊക്കെ ഇതിലുണ്ട്, കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നുന്നു S24 അൾട്രയിലും അപ്ഡേറ്റ്സ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് മാറ്റുന്നതിൽ കാര്യമല്ല. പിന്നെ ബാറ്ററി 5000 mAh ബാറ്ററിയാണ് രണ്ടിലും, 45 വാട്ട്സ് വയേർഡ് ചാർജിങ്. പിന്നെ S25 അൾട്രയിൽ പുതിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 25 വാട്ട്സിൻ്റെ QI2 വയർലെസ് ചാർജിങ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മാഗ്നറ്റിക് അക്സസറീസും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സോഫ്റ്റ്വെയർ S25 അൾട്ര 1 UI 7 ബേസ്ഡ് ആൻഡ്രോയിഡ് 15 ആണ്. പിന്നെ പുതിയ AI ടൂൾസ് ഉണ്ട്, ക്യാമറ എൻഹാൻസ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്ഡേറ്റിലൂടെ S24 അൾട്രയിലും കിട്ടുന്നത് തന്നെയാണ്. പിന്നെ പ്രൈസ് പിന്നെ S25 അൾട്ര കുറച്ച് ഹയർ പ്രൈസ് ആയിരിക്കും. S24 അൾട്ര കുറച്ചുകൂടി കുറവായിരിക്കും. പിന്നെ പ്രീ ഓർഡറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓഫേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ കുറച്ചുകൂടിയും എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കൂടുതൽ പവർ യൂസ് ചെയ്യുന്ന ഗെയിമൊക്കെ കളിക്കുന്ന പോലാണ്, ഫോട്ടോഗ്രാഫിയെ കൂടുതൽ ആസ്വദിക്കുകയാണെങ്കിൽ ഈ S25 അൾട്രയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് വർത്ത്ഫുൾ ആണ് എന്നാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി മറ്റ് വെറും സംഭവം അങ്ങനെ യൂസ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല, S24 അൾട്ര തന്നെ കീപ്പ് ചെയ്താൽ മതി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അല്ലേ. എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയിക്കാം. നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ബൈ.